പേരൻസിന്റെ പലപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേരൻസ് ചിന്തിക്കും, ഞങ്ങൾ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്തത്, ഞങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ചെയ്തത്, ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന്, ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടായോ എന്നൊക്കെ ചിന്തിക്കും. നമ്മൾ വളർത്തുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെയാണ്. ഇവരുടെ കാലിബർ, ഇവരുടെ പൊട്ടൻഷ്യൽ, ഇവരുടെ ഒരു ഇമോഷണൽ ഹൈ ലെവൽ, ആ അഡ്വാൻസ് ലെവലിനെ കുറിച്ച് നമുക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. നമ്മൾ ജോലിക്ക് പോകേണ്ടത് നമ്മുടെ വീടിന്റെ ആവശ്യമാണ്. പോകുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനോടൊന്ന് പറയണം, ഞാൻ ജോലിക്ക് പോവാണ്, ഇന്ന് ലേറ്റ് ആവും, ഇന്ന് ഇത്ര മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് അമ്മയോ അപ്പയോ തിരിച്ചു വരുന്നതായിരിക്കും. അല്ല, രാത്രിയിൽ 1 മണിക്കൂറെങ്കിലും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അവരെ കേൾക്കാൻ, അവർക്ക് പറയാനുള്ള ആ ദിവസത്തിന്റെ എല്ലാം കേൾക്കാൻ. അതിനുവേണ്ടി നമ്മൾ സമയം ചെലവാക്കണം. പക്ഷെ ആ സമയം പോലും നമ്മൾ അവർക്ക് കൊടുക്കില്ല. നമുക്കപ്പം ഫോൺ നോക്കണം, നമുക്ക് നമ്മുടെ സോഷ്യൽ ഗ്യാതറിങ്ങും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതെ, അല്ലാതെ ഒരു കുഞ്ഞും വന്ന് പറയുന്നില്ല നാളെ ബാങ്കിൽ നിന്ന് ഒരു 50 ലക്ഷത്തിന് ലോൺ എടുത്തു തരാൻ. അവരാകെ ചോദിക്കുന്ന, അവരാഗ്രഹിക്കുന്ന കുറച്ച് സമയം, അവർക്ക് പറയാനുള്ളത് അവരുടെ പ്രായത്തിനനുസരിച്ച് കേൾക്കുന്ന അവരുടെ സ്വന്തം പേരൻസിൽ നിന്നാണ് ചോദിക്കുന്നത്. ആ സമയവും ആ ഒരു അറ്റൻഷനും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞും നമ്മൾ പറയുന്നത് പോലെ വലിയ പ്രശ്നക്കാരൊന്നും ആകില്ല. നമ്മൾ പെട്ടെന്ന് എല്ലാവരും അങ്ങനെ സ്കിൽഡ് ആയിട്ടൊന്നും വരുന്നൊന്നുമല്ല. നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കി നമ്മുടെ ചെറുപ്പകാലം ഓർത്താൽ മതി. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ എന്താണ് ആവശ്യപ്പെട്ടത്, എന്താണ് ആഗ്രഹിച്ചത്, അതൊക്കെ നമ്മുടെ ആ ഇമോഷണൽ കാര്യങ്ങൾ കൊടുത്ത മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളൊക്കെ വിടുക. അത് അവർക്ക് നേടാനുള്ളതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ തുറന്നു പറയുമെന്നുണ്ടെങ്കിൽ ഇവരുടെ നേരെയുള്ള അബ്യൂസസ് വളരെ കുറവാണ്. ഞാൻ കണ്ടിടത്തോളം പിള്ളേര് പേരൻസുമായിട്ട് നല്ല ബോണ്ടിങ് ഉള്ളിടത്ത് ഈ പറയുന്ന അബ്യൂസസ് വളരെ കുറവാണ്. ഉണ്ടായാൽ തന്നെ അതിനുള്ള റിയാക്ഷൻസ് ഭയങ്കര നല്ല രീതിയിൽ പേരൻസ് റിയാക്ട് ചെയ്യും. പിള്ളേർ ഒരിക്കലും പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് ട്രോമാസ് വന്നാലും അവർ ഹാൻഡിൽ ചെയ്യുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്.